ഹായ് ഓൾ, ഇത് ഞാൻ കുറേ കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ്. എ ഡേ ഇൻ മൈ ലൈഫ്. പല കാരണങ്ങൾ കൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം അടുക്കളയിൽ ജനലൊക്കെ തുറന്നിട്ടുകൊണ്ടാണ് ജോലികളിലോട്ടൊക്കെ കിടക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് കുളിക്കാനും പിന്നെ ഡ്രസ്സ് മാറ്റാനും ഒരുങ്ങാനും ഒക്കെ പോകുന്നത്. അപ്പോൾ ഞാനിന്ന് ബാലകാണ്ഡം കേട്ടുകൊണ്ടാണ് എൻ്റെ പണികളിലോട്ടൊക്കെ തുടങ്ങിയിരിക്കുന്നത്. രാവിലെ ദോശ അടുപ്പിലുണ്ട്, അതുപോലെ തന്നെ അരിയും അടുപ്പിലുണ്ട്, പിന്നെ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഒരു കരിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ എൻ്റെ ഇടയ്ക്ക് ചില ആൾക്കാർ കഴിഞ്ഞ വ്ളോഗിൽ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിച്ചു. ഹസ്ബൻഡ് തിരിച്ച് നാട്ടിൽ പോയി, കാരണം പുള്ളിക്കാരൻ ഇവിടെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പുള്ളിയുടെ സ്വന്തം നാടായ കൊല്ലത്തിലാണിപ്പം. ഞാനും മോളും കൂടെ ഇവിടെ ക്വാർട്ടേഴ്സിലോട്ട് മാറിയിട്ടുണ്ട്. ക്വാർട്ടേഴ്സാണ് ഈ കാണിക്കുന്നത്. ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടൊമാറ്റോ പച്ചത്തിയലാണ്, തക്കാളി പച്ചത്തിയൽ. അതാണ് സംഭവം. മോളപ്പോഴത്തേക്ക് എണീറ്റ് വന്നു. അവളിവിടെ നിന്ന് കാർട്ടൂൺ കാണണമെന്ന് പറഞ്ഞു, പക്ഷേ ഇവൾക്ക് പാട്ട് കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദോശയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ദോശ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 2-3 ദോശയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു നൊസ്റ്റാൾജിക് കറിയാണ്. വീട്ടിൽ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു കറിയാണ് തക്കാളി പച്ചത്തിയലെന്ന് പറഞ്ഞത്. വളരെ എളുപ്പമാണ്. തേങ്ങ ചിരവി ജീരകവും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇച്ചിരി കരിഞ്ഞു പോയത്, എന്നാലും കുഴപ്പമില്ല. പിന്നെ മുട്ട കിട്ടിയില്ല എന്നല്ല, വാങ്ങിക്കാൻ മറന്നു. അപ്പോൾ അതുകൊണ്ട് മുട്ടയുടെ ഓംലെറ്റ് ഒന്നുമില്ല. അപ്പം പണികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം കുളിയെല്ലാം കഴിഞ്ഞു. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് വിളക്ക് കത്തിക്കുന്നതാണ്. വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ചിട്ട് നേരെ നമ്മൾ സ്കൂളിലോട്ട് പോകും. വിളക്കെല്ലാം കത്തിച്ചു. വിളക്ക് കത്തിച്ചപ്പോഴത്തേക്കും മോള് വേണ്ട ബുക്കെല്ലാം എടുത്തുകൊണ്ടുവന്നു. നമ്മൾ വിചാരിച്ചു അവൾക്കിത് സ്കൂളിൽ പോകണമെന്ന്. ശരിക്കും അവൾക്ക് ഇന്ന് അവധിയാണ്. അവൾക്ക് ക്ലാസ്സില്ല. അവൾ UKG ഉള്ളൂ. അപ്പം ക്ലാസ്സൊന്നുമില്ല. പക്ഷേ ആൾ ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് തന്നെത്താനെ ഹോംവർക്കൊക്കെ ഇരുന്ന് ചെയ്തങ്ങ് തീർത്തു. പരിപാടി അങ്ങ് തീർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിനി ദോശയും ചമ്മന്തിയും കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ എല്ലാവരും പൊതുവെ ഈ തടുക്കിലിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യാണ്. നമ്മൾ സ്കൂളിലെത്തി, നല്ല കാറ്റുണ്ട്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് നല്ല കാറ്റെന്ന് പറയുന്നത്. പിള്ളേരൊക്കെ പതുക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് ശനിയാഴ്ചയല്ലേ പതുക്കെയൊക്കെ വരത്തുള്ളൂ. ഈ നടന്നു പോകുന്നത് ഞങ്ങളുടെ മാത്സ് സാറാണേ, പുതിയ സാറാണിത്. മാത്സ് സാറാണ് നടന്നു പോകുന്നത്. ബിർള ഓപ്പൺ മൈൻഡ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്നാണ് എൻ്റെ സ്കൂളിൻ്റെ പേര്. നല്ല സ്കൂളാണ്. നല്ല കളിക്കാനും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ സ്കൂളിൻ്റെ അകത്ത് നമുക്ക് ഫോൺ അലൗഡ് അല്ല, നമുക്ക് ഫോൺ സറണ്ടർ ചെയ്യണം. അപ്പം ഇവിടം വരെ ഫോൺ കയറ്റിയിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല ടയേർഡായി. ഇപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോവാണ്. ഇത് മോളുടെ ഫ്രണ്ടാണ് പ്രണീത്. അത് പ്രണീതിൻ്റെ അമ്മ കാർത്തിക മാം. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ കുട്ടികൾക്കൊരു പാർക്കുണ്ട്. ശരിക്കും വന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പാർക്കുള്ളതുകൊണ്ടാണ്. ഇപ്പം പിള്ളേർക്ക് ബോറടിക്കാറുണ്ട് ചില സമയത്ത്. കൊച്ചിയുടെ അത്രയും വലിയ പാർക്കും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല. വളരെ പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. അപ്പോൾ നമ്മളിങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുതിയ പാർക്കൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇവിടെ മുയലൊക്കെ ഉണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ശനിയാഴ്ച ദിവസം അല്ല സാധാരണ ദിവസമാണെങ്കിൽ സ്കൂൾ കഴിഞ്ഞു നേരെ എന്തെങ്കിലും കായ്കറിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതും കൂടിയാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോള് തന്നെത്താനെ അതിലൊക്കെ കയറി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ്. ബൈ ബൈ.